നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഈ മാസം 29-ന് രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന പശ്ചിമ ബംഗാളിൽ പ്രചരണം ആവേശ കൊടുമുടിയിലെത്തിയിരിക്കുകയാണ്. തൃണമൂൽ കോൺഗ്രസും BJPയും ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തുന്ന ബംഗാളിൽ പ്രചരണം അതിശക്തമാണ്. ഹൈ പവർ പ്രചരണമാണ് നടത്തുന്നത്. BJP കേന്ദ്ര നേതാക്കളെ അടക്കം രംഗത്തെത്തിച്ചുകൊണ്ടുള്ള പ്രചരണമാണ് നടത്തുന്നത്. മാത്രമല്ല, യോഗി ആദിത്യനാഥിനെ പോലെയുള്ള നേതാക്കന്മാർ പ്രചരണത്തിൽ സജീവമായി പങ്കെടുക്കുന്നുണ്ട്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ സംസ്ഥാനത്ത് ക്യാമ്പ് ചെയ്യുകയുമാണ്. ഇങ്ങനെ വലിയ പോരാട്ടമാണ്, ഹൈ പവർ പ്രചരണമാണ് ഇപ്പോൾ BJP അവിടെ നടത്തുന്നത്. തൃണമൂൽ കോൺഗ്രസിന് വലിയ വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ് പ്രചരണ രംഗത്ത് BJP എന്ന കാര്യത്തിൽ തർക്കമില്ല. എങ്കിലും രണ്ടു പാർട്ടികളും ഒപ്പത്തിനൊപ്പം തന്നെയാണ് ഇപ്പോൾ ഈ പ്രചരണ രംഗത്ത് പ്രവർത്തിക്കുന്നത്. ആരും തന്നെ വിട്ടുകൊടുക്കുന്നില്ല. വാശിയേറിയ തെരഞ്ഞെടുപ്പ് പ്രചരണം പോളിംഗ് ശതമാനം ഉയർത്തുന്നതിലും ഒരു വലിയ നിർണായക ഘടകമായി മാറി. ഈ മാസം 23-നാണ് ബംഗാളിൽ ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് നടന്നത്. ആ ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി രേഖപ്പെടുത്തിയ റെക്കോർഡ് പോളിംഗ് നമ്മൾ കണ്ടതാണ്. 92% പോളിംഗ് ആണ് ബംഗാളിൽ രേഖപ്പെടുത്തിയത്. അതുപോലെ തന്നെ വലിയ പോളിംഗ് ശതമാനം രണ്ടാം ഘട്ടത്തിലും ഉണ്ടാകും എന്ന് BJP അതുപോലെ തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വിലയിരുത്തുന്നുമുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഉത്സാഹത്തിലാണ് ഈ ഉയർന്ന പോളിംഗ് ശതമാനം കാരണം SIRഉം അതുപോലെ തന്നെ കേന്ദ്ര സേനയുടെ സാന്നിധ്യവുമെല്ലാം പോളിംഗ് ശതമാനം ഉയർത്തുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലയിരുത്തുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അഭിനന്ദിച്ച് ഒന്നാം ഘട്ട വോട്ടെടുപ്പിന് ശേഷം രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടതാണ്. എന്നാൽ ഇപ്പോൾ പശ്ചിമ ബംഗാളിൽ പ്രചരണ ചൂട് ഏറുന്നതിനോടൊപ്പം തന്നെ വാദപ്രതിവാദങ്ങളും ഏറുകയാണ്. മമതാ ബാനർജി ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായ്ക്കെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിരിക്കുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ സംസ്ഥാനത്ത് അക്രമത്തിന് ആഹ്വാനം നൽകുകയാണെന്നും ഇതിനെതിരെ കോടതിയെ സമീപിക്കുമെന്നുമാണ് ഇപ്പോൾ മമതാ ബാനർജി പറഞ്ഞിരിക്കുന്നത്. അക്രമം കാണിക്കുന്നവരെ കെട്ടിത്തൂക്കും, അതായത് ഈ 29-ന് ശേഷം തലകുത്തനെ കെട്ടിത്തൂക്കും ഈ അക്രമികളെ എന്ന് അമിത് ഷാ പറഞ്ഞിരുന്നു. ഇത് ഒരു കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറയേണ്ട വാക്കുകളല്ലെന്നും അത്യന്തം പ്രകോപനപരമായ വാക്കുകളാണെന്നും സംസ്ഥാനത്തെ ജനങ്ങളെ ഭയപ്പെടുത്താനും അതുപോലെ തന്നെ സംസ്ഥാനത്ത് അക്രമം പരിപോഷിപ്പിക്കാനുമാണ് ആഭ്യന്തരമന്ത്രി ഇങ്ങനെ ഒരു അഭിപ്രായം എല്ലാ പ്രസംഗങ്ങളിലും നടത്തുന്നതെന്നും അതിനെതിരെ നിയമപരമായ പോരാട്ടം നടത്തുമെന്നും അമിത് ഷായ്ക്കെതിരെ കേസ് ഫയൽ ചെയ്യുമെന്നുമാണ് ഇപ്പോൾ മമതാ ബാനർജി പറഞ്ഞിരിക്കുന്നത്. ഇതിനെതിരെ അമിത് ഷാ തിരിച്ചടിച്ചിട്ടുണ്ട്. അതായത് മമതാ ബാനർജിക്ക് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കോടതികളിൽ നിന്നും ഒന്നിനു പുറമെ ഒന്നായി തിരിച്ചടികൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിനിയും തുടരും എന്നാണ് അമിത് ഷാ പറഞ്ഞത്. SIRനെതിരെ മമതാ ബാനർജി കോടതിയിൽ പോയത് നമ്മൾ കണ്ടതാണ്. മാത്രമല്ല, ഈ ജുഡീഷ്യൽ ഉദ്യോഗസ്ഥരെ തടഞ്ഞു വെച്ചുകൊണ്ടതിനെതിരെ കോടതി സർക്കാർ, അതും സാക്ഷാൽ സുപ്രീം കോടതി തന്നെ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം നടത്തിയിരുന്നു. SIRനെതിരെ കോടതിയിൽ പോയ മമതാ ബാനർജിക്ക് വളരെ ശക്തമായ തിരിച്ചടിയേറ്റു. SIR കോടതി തടഞ്ഞില്ല എന്ന് മാത്രമല്ല, SIR നടപടികൾ തടസ്സപ്പെടുത്തരുത് എന്ന താക്കീതും ലഭിച്ചു. അതുകൊണ്ട് തന്നെ തനിക്കെതിരെ കേസിന് പോയാൽ വീണ്ടും മമതാ ബാനർജി കേസിന് തോറ്റുപോകും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അമിത് ഷാ ചെയ്തത്. മാത്രമല്ല, അദ്ദേഹം മമതാ ബാനർജിയുടെ ആരോപണത്തിന് വീണ്ടും മറുപടി പറയുന്നുണ്ട്. അതായത് താൻ പ്രതികരിച്ചത് ഗുണ്ടകൾക്കെതിരെയാണ്. തൃണമൂൽ കോൺഗ്രസിൻ്റെ ഗുണ്ടകൾ തെരഞ്ഞെടുപ്പ് ദിവസത്തിലും അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് ഫലം വരുന്ന ദിവസത്തിലുമെല്ലാം സാധാരണയായി വലിയ അക്രമങ്ങൾ നടത്താറുണ്ട്. സംസ്ഥാന വ്യാപകമായി വലിയ കലാപം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തൃണമൂൽ കോൺഗ്രസിൻ്റെ ഗുണ്ടകൾ അഴിച്ചുവിടാറുണ്ട്. ആളുകളെ വോട്ട് ചെയ്യാൻ സമ്മതിക്കാതെ ആളുകൾ പോളിംഗ് ബൂത്തിൽ എത്തുന്നത് തടഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ അക്രമ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. എന്നാൽ ഇത്തവണ ഈ കാര്യങ്ങൾക്കെല്ലാം ഒരു മാറ്റം വന്നു. 2.5 ലക്ഷത്തോളം കേന്ദ്ര സേനയാണ് സംസ്ഥാനത്ത് വിന്യസിക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഇത്തവണ ഒറ്റപ്പെട്ട അക്രമ സംഭവങ്ങൾ മാത്രമാണ് സംസ്ഥാനത്തുണ്ടായത്. അക്രമം നടത്താൻ തുനിഞ്ഞവരെയെല്ലാം കേന്ദ്രസേന തുരത്തി ഓടിച്ചു. അത് 23-ാം തീയതി നമ്മൾ കണ്ടതാണ്. അതിൻ്റെ ഭാഗമായി ജനങ്ങൾ കൂട്ടത്തോടുകൂടി വലിയ ഉത്സാഹത്തോടുകൂടി വോട്ട് ചെയ്യാനെത്തി. ഇത്തവണ കാര്യങ്ങൾ മാറുകയാണ്. മമതാ ബാനർജിയുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടല്ല ബംഗാളിലെ തിരഞ്ഞെടുപ്പ് പോകുന്നത് എന്നും അമിത് ഷാ പ്രതികരിച്ചു. മാത്രമല്ല, ഈ 29-ാം തീയതിയും അത് ആവർത്തിക്കുക തന്നെ ചെയ്യും. അക്രമമുണ്ടാക്കുന്നവരെ തലകീഴായി കെട്ടിത്തൂക്കുക തന്നെ ചെയ്യും. മെയ് 4-ന് ഫലം വരുമ്പോഴും ഏതെങ്കിലും ഗുണ്ടകൾ, തൃണമൂൽ കോൺഗ്രസിൻ്റെ ഗുണ്ടകൾ അക്രമത്തിന് ശ്രമിച്ചാൽ അവർക്കും ഗതി ഇത് തന്നെയായിരിക്കും എന്നാണ്
താൻ പറഞ്ഞത്. ഗുണ്ടകളെ എണീറ്റ് നിന്ന് തലകൂപ്പി വണങ്ങാൻ തനിക്കറിയില്ല, ഗുണ്ടകളോട് എങ്ങനെ പെരുമാറണമെന്ന് എനിക്ക് വളരെ വ്യക്തമായി അറിയാം. പക്ഷേ മമതാ ബാനർജി ഗുണ്ടകളെ സംരക്ഷിക്കുന്നവരാണ്, മമതാ ബാനർജി ഗുണ്ടകളെ താണു വണങ്ങുന്ന ഭരണാധികാരിയാണ്. അതുകൊണ്ടാണ് സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാന നില തകരുന്നത് എന്നുമാണ് അമിത്ഷാ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ രൂക്ഷമായ വാക്പയറ്റിന് ഇപ്പോൾ വേദിയായിക്കൊണ്ടിരിക്കുകയാണ് ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗം. 29-നാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. 27 വൈകുന്നേരത്തിനാണ് ഈ ശബ്ദ പ്രചരണം അല്ലെങ്കിൽ പരസ്യ പ്രചരണം അവസാനിക്കുക. എന്ന് പറഞ്ഞാൽ പ്രചരണത്തിൻ്റെ അവസാന മണിക്കൂറുകളിലൂടെയാണ് ഇപ്പോൾ സംസ്ഥാനം കടന്നു പോകുന്നത് എന്ന് വ്യക്തമാണ്. എന്തായാലും ആ അവസാന മണിക്കൂറുകളിൽ അതിരൂക്ഷമായ പോരാട്ടം നടക്കുകയാണ്. അത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും അതുപോലെ തന്നെ സംസ്ഥാന മുഖ്യമന്ത്രി മമതാ ബാനർജിയുമായും നേർക്കുനേർ പോരാട്ടം നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. BJP ഒരു തരത്തിലും വിട്ടുകൊടുക്കുന്നില്ല. ഇത്തവണ തൃണമൂൽ കോൺഗ്രസ് എന്ത് പദ്ധതിയിടുന്നുവോ അതിനെല്ലാം മറുമരുന്നുമായി BJP നേതാക്കൾ എത്തുകയാണ്. മാത്രമല്ല സംസ്ഥാന നേതൃത്വത്തിന് പുറമെ BJPയുടെ കേന്ദ്ര നേതൃത്വമാണ് ഇപ്പോൾ പ്രചരണം ഏറ്റെടുത്തിരിക്കുന്നത്. ആ രീതിയിൽ പ്രചരണം കൊഴുക്കുകയാണ്. ഹൈ പവർ പ്രചരണം തന്നെയാണ് സംസ്ഥാനത്ത് നടക്കുന്നത് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അങ്ങനെ പ്രചരണം നടക്കുമ്പോഴാണ് ഇപ്പോൾ മമതാ ബാനർജിയും അതുപോലെ തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും തമ്മിൽ നേർക്കുനേർ പോരാട്ടം നടക്കുന്നത്. ആഭ്യന്തരമന്ത്രി മാത്രമല്ല, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥുമെല്ലാം തൻ്റെ പ്രസംഗങ്ങളിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഗുണ്ടകൾക്കെതിരെ വളരെ വ്യക്തമായ സന്ദേശം, മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അവരെല്ലാം തന്നെ തൃണമൂൽ കോൺഗ്രസിൻ്റെ അക്രമങ്ങളെ ശക്തമായി അപലപിക്കുന്നു. ഇനി അക്രമം കാണിച്ചാൽ അതേ നാണയത്തിൽ തന്നെ തിരിച്ചടി ഉണ്ടാകുമെന്ന ശക്തമായ മുന്നറിയിപ്പും നൽകുകയാണ്. അതായത് തെരഞ്ഞെടുപ്പിന് ശേഷം, ഫലം വന്നതിന് ശേഷം ശക്തമായ ആക്രമണം, കലാപം തൃണമൂൽ കോൺഗ്രസ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJP പ്രവർത്തകർക്ക് നേരെ ഉണ്ടാക്കിയിരുന്നു, അഴിച്ചുവിട്ടിരുന്നു. ആ അക്രമം ഈ തവണ ആവർത്തിച്ചാൽ അത് വ്യക്തമായ മറുപടി അതിന് ലഭിക്കുമെന്ന് BJPയുടെ കേന്ദ്ര നേതൃത്വം തന്നെ പറയുമ്പോൾ സംസ്ഥാനത്തെ BJP ഘടകങ്ങൾക്കും സംസ്ഥാനത്തെ BJP പ്രവർത്തകർക്കും വലിയൊരു സുരക്ഷിത ബോധവും അതുപോലെ തന്നെ ആശ്വാസവും ലഭിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് കേന്ദ്ര നേതൃത്വം തന്നെ ബംഗാൾ തെരഞ്ഞെടുപ്പിൽ ഈ പ്രചരണത്തിന് നേതൃത്വം വഹിക്കുന്നത് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഈ പ്രചരണം കൊഴുക്കും തോറും, അതായത് സംസ്ഥാനത്ത് 4ാം തവണയും ഭരണം നേടുക, തുടർ ഭരണം നേടുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് മമതാ ബാനർജിയും സംഘവും പ്രവർത്തിക്കുന്നത് എങ്കിൽ ഇത്തവണ മമതാ ബാനർജിയെ ഭരണത്തിൽ നിന്ന് താഴെ ഇറക്കും എന്ന പ്രതിജ്ഞയാണ് BJP ചെയ്തിരിക്കുന്നത്. അഭിപ്രായ സർവേകളിൽ ഭൂരിഭാഗവും തൃണമൂൽ കോൺഗ്രസ് വീണ്ടും അധികാരത്തിലെത്തും എന്ന സൂചനയാണ് നൽകിയിരിക്കുന്നത്. എന്നാൽ തെരഞ്ഞെടുപ്പ് പോരാട്ടം കനക്കുമ്പോൾ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗം മുന്നോട്ട് പോകുമ്പോൾ ഏറ്റവും ഒടുവിലായി വന്ന ചില അഭിപ്രായ സർവേകൾ BJP അധികാരത്തിലെത്തും എന്നും പ്രവചിക്കുന്നുണ്ട്. വനിതാ സംവരണ ബില്ലടക്കം ഇപ്പോൾ BJP വലിയ പ്രചരണ വിഷയമാക്കിയിട്ടുണ്ട്. വനിതാ സംവരണ ബില്ല് ലോക്സഭയിൽ പരാജയപ്പെടുത്തിയത് കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസും ചേർന്നാണെന്നും തൃണമൂൽ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി മമതാ ബാനർജി സംസ്ഥാനത്തെ വനിതകളെ വഞ്ചിച്ചിരിക്കുകയാണ് എന്നും BJP തെരഞ്ഞെടുപ്പിൽ പ്രചരണം നടത്തുന്നുണ്ട്. മാത്രമല്ല RG കർ മെഡിക്കൽ കോളേജിൽ ക്രൂര പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ മാതാവും BJP ടിക്കറ്റിൽ മത്സരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മമതാ ബാനർജിക്കെതിരെ ശക്തമായ ഒരു ഭരണവിരുദ്ധ വികാരം സൃഷ്ടിക്കാനും അത് വോട്ടാക്കി മാറ്റാനുമാണ് BJP ഇപ്പോൾ ബംഗാളിൽ അതിശക്തമായ പ്രചരണം നടത്തുന്നത്.